പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ? ഒന്ന് പ്രകൃതിയെയും ഒന്ന് പെണ്ണിനെയും. ഇത് രണ്ടെണ്ണത്തിന് നമ്മൾ നന്നായിട്ട് നോക്കണം. കാരണം ക്ഷമ തെറ്റിക്കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് പിടിച്ചാൽ കിട്ടില്ല, നമുക്ക് നിയന്ത്രിക്കാൻ കിട്ടില്ല. നമ്മൾ പെണ്ണിലൂടെയാണ് ജനിച്ചെങ്കിലും നമുക്ക് ലാസ്റ്റ് വരുന്നത് മണ്ണാണ്. അപ്പോൾ ഈ രണ്ടിനെയും നമ്മൾ നോവിക്കാതെ ജീവിക്കുക. കാരണം നമുക്ക് ജന്മം തരുന്നതൊരു പെണ്ണാണെങ്കിലും നമ്മൾ ലാസ്റ്റ് അടക്കം ചെയ്യുന്നതും മണ്ണിലേക്കാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ നോവിക്കാതെ ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു സുഖമുണ്ടാവുള്ളൂ. കാരണം ഈ രണ്ടും ക്ഷമ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സ്നേഹിച്ചിട്ടും സന്തോഷത്തോടെയൊക്കെ ജീവിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തും ഒരു സുഖം ഉണ്ടാവില്ല. ഇതുപോലെ നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പെണ്ണിനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും നോവിക്കാതെ ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. മനസ്സിനൊരു സുഖം വേണമെങ്കിൽ ഇത് രണ്ടും നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണിലൂടെ നമ്മൾ ജനിച്ചെങ്കിലും ലാസ്റ്റ് നമ്മൾ അടക്കം ചെയ്യേണ്ടതൊക്കെ മണ്ണിലേക്കല്ലേ. എങ്ങനെ പോയാലും നമ്മൾ മണ്ണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ നോവിക്കാതെ ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം സുഖം ഉണ്ടാവുള്ളൂ. ആലോചിച്ചാൽ മതി. ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും. നമ്മളെ ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് പലതും എന്തൊക്കെ വാരിക്കൂരി വെട്ടിക്കൂട്ടി പിടിക്കണം എന്നുള്ള ചിന്താഗതിയിലൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. എങ്കിൽ പോലും ഇതൊക്കെ വെട്ടിക്കൂട്ടാനുള്ള തന്ത്രപ്പാടിലാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിനെയും നോവിക്കാതെ ജീവിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. പെണ്ണിനെയും നോവിക്കരുത്, അതുപോലെ തന്നെ പ്രകൃതിയെയും നോവിക്കരുത്. കാരണം രണ്ടും അവരെ കയ്യിലാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക.